ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സുനിതാസ് ടൈം. ഇന്ന് നമ്മളിവിടെ ഹൈദരാബാദ് വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. ചാർമിനാർ കാണാൻ വേണ്ടി പോവുകയാണ്. പിന്നെ 2 മണിക്കൂർ ട്രെയിൻ ലേറ്റ് ആയതുകൊണ്ട്, ആദ്യമായിട്ടാണ് ട്രെയിൻ ഇങ്ങനെ ലേറ്റ് ആവുന്നത്. 2 മണിക്കൂർ ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങളിതാ ഹോട്ടലിൽ കയറി ചോറൊക്കെ കഴിക്കാൻ വന്നിരിക്കുകയാണ്. അടിപൊളി ആന്ധ്ര മീൽസാണ് കിട്ടിയിരിക്കുന്നത്. എല്ലാം നല്ല വിശപ്പുണ്ടായിരുന്നു. ഇവിടെ ഒരു പ്രത്യേകതയാണ് ഗീ ഒഴിച്ച് റൈസ് കഴിക്കുക, ചോറ് കഴിക്കുക എന്നുള്ളത്. അത് ഇവരുടെ സ്റ്റൈലാണ്. ഒരു ഉരുളയെങ്കിലും അത് കഴിച്ചിരിക്കണം, അങ്ങനെയൊക്കെയാണ്. ആന്ധ്ര സ്റ്റൈൽ അച്ചാറുകളും എല്ലാം ഉണ്ടായിരുന്നു. ചമ്മന്തിപ്പൊടി ഉണ്ടായിരുന്നു. അങ്ങനെ പലതരം വിഭവങ്ങളുണ്ടായിരുന്നു. പിന്നെ ഇന്ന് എൻ്റെ കൂടെ അനിയനുണ്ട്. പിന്നെ എൻ്റെ കൂടെ ഒരു സഹോദരിയും കൂടി ഉണ്ട്. സഹോദരിക്ക് വീഡിയോയിൽ വരാൻ മടിയായതുകൊണ്ട് ഫേസ് കാണിച്ചിട്ടില്ല. ഇവിടുത്തെ അച്ചാർ പറഞ്ഞാൽ ഭയങ്കര ഫേമസ് ആണ്. നല്ല എണ്ണയൊക്കെയാണ്, എങ്കിൽ നല്ല ടേസ്റ്റൊക്കെ ആയിരുന്നു. ആന്ധ്ര മീൽസ് നല്ല അടിപൊളിയായ മീൽസാണ്. അങ്ങനെ ഞങ്ങളിത് വീണ്ടും വൈകിട്ട് ഒരു സോഡയൊക്കെ കുടിച്ചു. മൊജിറ്റോ സോഡ, മറ്റതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അങ്ങനെ ഇതാ ഞങ്ങൾ ചാർമിനാർ കാണുവാൻ വേണ്ടി ബസ്സൊക്കെ കയറി, കിട്ടിയ ബസ്സിൽ കയറി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ്. ഇവിടെ ശരിക്കും വീടുകളും അപ്പാർട്ട്മെൻറ്റുകളും അതുപോലെ തന്നെ ഓരോ ഓഫീസേഴ്സൊക്കെ റോഡുകളും, റിംഗ് റോഡും മെട്രോ റോഡും എല്ലാം വന്നിട്ട് ഇവിടെ ഇപ്പോൾ ശരിക്കും ഈ റോഡ് തന്നെയാണോ എന്ന് സംശയിച്ചു പോകും. പഴയ റോഡ് തന്നെയാണോ ഇതെന്ന് സംശയിച്ചു പോകും. അങ്ങനെ പഴയ ഹൈദരാബാദ് ഓർമ്മകളുമായിട്ട് ഇതാ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുവാണ്. ഇത് ടാങ് ബണ്ട് എന്ന് പറയുന്ന സ്ഥലമാണ് ഹൈദരാബാദിൽ. ബസ്സിലായതുകൊണ്ട് ഇറങ്ങിയിട്ട് ഇവിടെ ഫോട്ടോ എടുക്കാനൊന്നും പറ്റിയില്ല. ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് ബുദ്ധപ്രതിമ. അന്ന് അക്കാലത്ത് 92-ലെല്ലാം ചെറിയ ബുദ്ധ പ്രതിമയായിരുന്നു. ഇപ്പോൾ അത് ഭയങ്കര നീളവും വീതിയും എല്ലാം കൂട്ടി നല്ല ഉയരത്തിലും ഒക്കെയുള്ള ഒരു ബുദ്ധ പ്രതിമ അവിടെ കാണാം. അതേപോലെ ഇവിടങ്ങളിലും നല്ല പുരോഗമിച്ചിട്ടുണ്ട്. നല്ല മാറ്റങ്ങളാണ് ഇവിടെയൊക്കെ ഇപ്പോൾ. ഏതായാലും ഇതൊക്കെ കാണാൻ സഹായിച്ചു. ഇപ്പോൾ നമ്മൾ സ്വന്തം വണ്ടിയിലൊക്കെ വരുവാണെങ്കിൽ ഇവിടെയൊക്കെ നിന്ന് വീഡിയോസ് എടുക്കാനും ഫോട്ടോസ് എടുക്കാനും അതേപോലെ അവിടെയൊക്കെ കറങ്ങാനൊക്കെ പറ്റുമായിരുന്നു. ഇപ്പോൾ ബസ്സിലായതുകൊണ്ട് ബസ്സിലെ വിഷൻ വ്യൂസ് ഇങ്ങനെയൊക്കെയാണ്. എന്നാലും കാലാവസ്ഥ നല്ല അനുകൂലമായിരുന്നു. മഴ പെയ്യുമെന്നൊക്കെ ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഒന്നും സംഭവിച്ചില്ല.
ബുദ്ധപ്രതിമ ഇവിടുന്ന് കാണാം, പക്ഷെ സൂം ചെയ്തെടുക്കാൻ പറ്റിയില്ല. ഇടയ്ക്ക് ഈ വണ്ടികളൊക്കെ ഇങ്ങനെ പോകുന്നതുകൊണ്ട് അതെല്ലാം മറിഞ്ഞു പോയായിരുന്നു. വിദേശത്തൊക്കെ കാണുന്നത് പോലെ ഒരു ഭൂഗോളം ഇവിടെയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ബസ് കണ്ടക്ടർ ഓരോ സ്റ്റോപ്പ് എത്തുമ്പോൾ അവിടുത്തെ ആ പ്ലേസിൻ്റെ പേര് പറയുമ്പോൾ ആ സ്ഥലം ഇതാണോ എന്ന് സംശയിച്ചു പോകുന്ന തരത്തിലാണ് ഇവിടെയൊക്കെ മാറ്റങ്ങൾ വന്നിരിക്കുന്നത്. അങ്ങനെ हम लोग 3 जन्म चारमीनार में आ गया।
ഒരു കടൽ കയറിയിട്ട് ഇവിടെ എന്തെങ്കിലും സ്പെഷ്യൽ കഴിക്കാമെന്ന് വിചാരിച്ചപ്പോൾ അനിയനും വന്ന സഹോദരിക്കും ജീരക സോഡ മാത്രം മതി. അനിയന് പിന്നെ എവിടെ പോയാലും ജീരക സോഡ മാത്രം മതി. ഞാനേതായാലും നമ്മുടെ ഫലൂദ, സ്ട്രോബെറി ഫലൂദ കഴിച്ചു. ഇതാണ് ചാർമിനാറിൻ്റെ കാഴ്ചകൾ. എനിക്ക് തോന്നുന്നു ഇത് പഴയ ചാർമിനാറെല്ലാം തോന്നുന്നു, കാരണം പുതിയതായിട്ടാണ് ഇത് തോന്നുന്നത്. അതോ എനിക്ക് തോന്നുന്നതാണോ ഇത് പെയിൻ്റ് അടിച്ചാണോ ഒന്നും എനിക്ക് മനസ്സിലായില്ല. അപ്പുറത്ത് പഴയതും കണ്ടായിരുന്നു. അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ, ഇത് പഴയതും പുതിയതും അങ്ങനെ രണ്ടെണ്ണം ഉണ്ടോയെന്ന്. കാരണം അപ്പുറത്ത് പഴയത് അവിടെ എന്തൊക്കെയോ അങ്ങോട്ട് കിടക്കാതിരിക്കാൻ വേലി കെട്ടിയ പോലെയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കണ്ടപ്പോൾ നല്ലൊരു പുതിയൊരു ചാർമിനാർ പോലെയാണ് എനിക്ക് തോന്നിയത്. അറിയുന്നവർ കമൻറ്റ് ചെയ്തേക്കണേ. ഇതിൻ്റെ ഉള്ളിൽ കയറാൻ ഒരാൾക്ക് 25 റുപ്പീസ് കൊടുക്കണം. അതിൻ്റെ അകത്ത് ഒക്കെ ചെന്ന് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാം. പക്ഷേ ലഗേജ് ഉള്ളതുകൊണ്ട് അതിൻ്റെ അകത്ത് പോകാൻ പെർമിഷൻ ഇല്ലായിരുന്നു. ചെറിയ വാനിറ്റി ബാഗൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഞങ്ങൾക്ക് അതിൻ്റെ അകത്തൊന്നും ഞങ്ങൾ പോയില്ല. അതുകൊണ്ട് വെളിയിൽ തന്നെ വീഡിയോസും എല്ലാം എടുത്ത് ഫോട്ടോസ് എടുത്ത് ഞങ്ങൾ കാഴ്ചകൾ കണ്ട് മടങ്ങി. जंक्शन बोलो। क्या है, क्या नाम है इसके? मलबरी मलबरी मलबरी। कितना है? 50 का बुक। 50। 400 देना, 500 लेना। മൽബറി വാങ്ങിച്ചില്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ഒരു മൽബറി വാങ്ങിച്ചില്ലെങ്കിൽ. ഇപ്പം മൽബറി നാട്ടിൽ കണ്ടിട്ടുണ്ടെങ്കിലും അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ലായിരുന്നു. എന്താണെങ്കിലും ഇവിടെ വന്നിട്ട് അതൊന്ന് വാങ്ങിച്ചു. 50 റുപ്പീസായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചാർമിനാർ കണ്ട് മടങ്ങുവാണ്. പിറ്റേ ദിവസം ഞങ്ങൾ നാട്ടിൽ പോകാൻ വേണ്ടി ഇതാ മെട്രോ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ആദ്യത്തെ മെട്രോയിൽ ഞങ്ങൾക്ക് കയറാൻ പറ്റിയില്ല. ഞങ്ങൾ പോകുന്ന സ്ഥലത്തേക്ക് സാധാരണ 3 മെട്രോ ഉള്ളൂ. നല്ല റഷായിരുന്നു അതിൽ. പിന്നെ രണ്ടാമത്തെ മെട്രോയിലാണ് ഞങ്ങൾ വേഗം കയറി ഇരുന്നത് കൊണ്ട് രക്ഷപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ സ്റ്റേഷനിലെത്തി. അങ്ങനെ കറക്റ്റ് സമയത്ത് സ്റ്റേഷനിലെത്തി. രാവിലെ തന്നെ ഒരു പുതിന മസാല ദോശയെല്ലാം കഴിച്ചു ഇവിടുന്ന് ഇറങ്ങി. അപ്പോൾ പിന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത് ബെല്ല് വേണം എനേബിൾ ചെയ്യാൻ, അതിലാൾ വേണം പ്രസ് ചെയ്യാൻ. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. ഓക്കെ ബൈ. അടുത്ത കുക്കിംഗ് വീഡിയോ വരുന്നത് വരെ